ഫ്രണ്ട്സ്, ദി ഫോർഗോട്ടൺ ബുക്സ് ഓഫ് ഏദനിലെ ആദമാൻ ഈവിൻ്റെ ഏദൻ തോട്ടത്തിൽ നിന്നും അവരെ പുറത്താക്കിയ ശേഷമുള്ള ഹിസ്റ്ററി ബൈബിളിൽ ഇല്ലാത്ത വിവരിക്കുന്ന ആദ്യ ബുക്ക് 11 ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചത് നിങ്ങളേവരും ഇതിനോടകം വായിച്ചു കാണുമല്ലോ. അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വായിച്ചിട്ടില്ലാത്തവർ അത് ആദ്യം വായിക്കുക. ഈ വീഡിയോ ഫോർഗോട്ടൺ ബുക്സ് ഓഫ് ഏദനിലെ 2ാം ബുക്കാണ്. ആദമിൻ്റെയും അവൻ്റെ ആദ്യ തലമുറയുടെയും ഹിസ്റ്ററി അടങ്ങിയത്. ഈ 2ാം പുസ്തകത്തിൻ്റെ 1ാം ഭാഗം അവസാനിക്കുമ്പോൾ നാം കണ്ടത് അതിമനോഹരമായ വേറൊരു ലോകമുണ്ടെന്നും സേത്തിന് പറ്റിയ സ്ത്രീകൾ ഇവിടെയില്ലെന്നും എന്നാൽ അതിമനോഹരികളായ സ്ത്രീകൾ അവിടെയുണ്ടെന്നും സേത്ത് അവൻ്റെ കൂടെ ചെന്ന് ഒരു രാത്രി അവിടെ അവരോടൊപ്പം താമസിച്ച് സന്തോഷിക്കുവാൻ സേത്തിനെ ക്ഷണിക്കുന്ന സാത്താനെയാണല്ലോ. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഈ വാക്കുകൾ കേട്ട് ആശ്ചര്യപ്പെട്ട സേത്ത് സാത്താന്റെ വഞ്ചനാപരമായ സംസാരത്തിലേക്ക് തൻ്റെ ഹൃദയം ചായ്ച്ചു. സാത്താനോട് അവനും പറഞ്ഞു, ഇതിനേക്കാളേറെ മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു ലോകമുണ്ടെന്ന് നീ പറഞ്ഞുവല്ലോ. മറ്റ് സൃഷ്ടികൾ ഈ ലോകത്തിലെ ജീവികളെക്കാൾ ഭംഗിയുള്ളതോ? അതിന് സാത്താൻ, അതെ, നീ എൻ്റെ വാക്ക് കേട്ടിരിക്കുന്നു. എങ്കിലും ഞാൻ ഇനിയും നീ കേൾക്കെ അവരെയും അവരുടെ വഴികളെയും പ്രശംസിക്കും എന്ന് പറഞ്ഞു. സേത്ത് അവനോട് പറഞ്ഞു, നിന്റെ സംസാരവും അതിനെക്കുറിച്ചെല്ലാമുള്ള നിന്റെ മനോഹരമായ വിവരണവും എന്നെ അത്ഭുതപ്പെടുത്തി. എന്നാലും ഇന്ന് നിന്നോടുകൂടി പോകുവാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ മാതാപിതാക്കളായ ആദമിൻ്റെയും ഹവ്വയുടെയും അടുക്കൽ ചെന്ന് അവരോട് നീ പറഞ്ഞതെല്ലാം പറയുന്നത് വരെ, അതിനുശേഷം അവർ നിന്നോടൊപ്പം പോകുവാൻ അനുവദിച്ചാൽ ഞാൻ നിന്നോടൊപ്പം വരാം. സേത്ത് വീണ്ടും പറഞ്ഞു, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അനുവാദം കൂടാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യുവാൻ ഭയമാണ്. എൻ്റെ സഹോദരൻ കയീനെ പോലെയും ദൈവകൽപ്പന ലംഘിച്ച എൻ്റെ പിതാവായ ആദമിനെ പോലെയും ഞാൻ നശിച്ചു പോകാതിരിക്കുവാനായി. നോക്കൂ, നിനക്ക് ഈ സ്ഥലം അറിയാമല്ലോ. നാളെ നീ ഇവിടെ വരൂ, എന്നെ കാണൂ. സാത്താൻ ഇത് കേട്ടപ്പോൾ സേത്തിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് നീ നിന്റെ പിതാവായ ആദമിനോട് പറഞ്ഞാൽ അവൻ നിന്നെ എന്നോടുകൂടി വരുവാൻ അനുവദിക്കുകയില്ല. നീ എൻ്റെ വാക്കുകൾ കേൾക്കുക. എന്നാൽ ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ മാതാപിതാക്കളോട് പറയരുത്. ഞങ്ങളുടെ ലോകത്തിലേക്ക് നീ എന്നോടൊപ്പം വരൂ. അവിടെ നീ മനോഹരങ്ങളായ കാഴ്ചകൾ കാണുകയും അതൊക്കെ ആസ്വദിക്കുകയും ചെയ്യും. ഇനി നീ എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് അവരുടെ കൂടെ ആനന്ദിക്കുക. എന്നേക്കും നിന്നെ സന്തോഷത്താൽ നിറയ്ക്കുക. നീ എന്നോടുകൂടി വന്നാൽ ഞാൻ നിന്നെ നാളെ ഇവിടെ കൊണ്ട് വിടാം. അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ സേത്ത് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കളുടെ ആത്മാവ് എൻ്റെ മേൽ തങ്ങി നിൽക്കുന്നു. ഒരു നാൾ അവർ മരിക്കും. ഇന്ന് ഞാൻ ഇത് അവരിൽ നിന്ന് മറച്ചു വെച്ചാൽ അവരോട് ഞാൻ പാപം ചെയ്തതിന് ദൈവം എന്നെ കുറ്റപ്പെടുത്തും. ഞാൻ ഈ സ്ഥലത്തേക്ക് എൻ്റെ വഴിപാട് അർപ്പിക്കുവാനായി വന്നിരിക്കുന്നു എന്ന് അവർക്കറിയാം. അതൊഴികെ 1 മണിക്കൂർ പോലും അവർ എന്നിൽ നിന്നും പിരിയുകയോ ഞാൻ അവർ അറിയാതെ വേറൊരു സ്ഥലത്ത് പോകുകയോ ചെയ്തിട്ടില്ല. ഞാൻ അതിവേഗം മടങ്ങി ചെല്ലുന്നതിനാൽ ഏറ്റവും കരുണാദ്രമായാണ് അവർ എന്നോട് പെരുമാറുന്നത്. ഞാൻ ഈ സ്ഥലത്തേക്ക് എൻ്റെ വഴിപാട് അർപ്പിക്കുവാനായി വന്നിരിക്കുന്നു എന്ന് അവർക്കറിയാം. അപ്പോൾ സാത്താൻ ചോദിച്ചു, ഒരു രാത്രി നീ നിന്റെ പിതാക്കളിൽ നിന്ന് ഒളിച്ചിരുന്നിട്ട് പുലർച്ചെ അവരുടെ അടുക്കൽ എത്തിയാൽ എന്ത് സംഭവിക്കാനാണ്? എന്നാൽ സാത്താൻ എങ്ങനെയാണ് നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്നും തന്നെ പോകുവാൻ വിടുകയില്ല എന്നും കണ്ട സേത്ത് അവിടെ നിന്നും ഓടി യാക്കോബിനരികിലെത്തി. തൻ്റെ കൈകൾ വിരിച്ച് ദൈവത്തോട് തന്നെ അവനിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ ദൈവം തൻ്റെ വേടിനെ അയച്ച് സാത്താനെ ശപിച്ചു.
സാത്താൻ അവിടം വിട്ടോടിപ്പോയി. എന്നാൽ സേത്തിനെ സംബന്ധിച്ചിടത്തോളം യാഗപീഠത്തിന്റെ മുകളിൽ അപ്പോഴേക്കും അവൻ എത്തിയിരുന്നു. ഇങ്ങനെ തന്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട്, യാഗപീഠം വഴിപാടർപ്പിക്കാനുള്ള സ്ഥലമാണ്, അവിടെ ദൈവമുണ്ട്, ഒരു ദിവ്യാഗ്നി വന്നതിനെ ദഹിപ്പിക്കും, അതിനാൽ സാത്താൻ എന്നെ ഉപദ്രവിക്കുവാൻ കഴിയുകയില്ല, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുവാനും അവന് കഴിയുകയില്ല. പിന്നെ സേത്ത് യാഗപീഠത്തിൽ നിന്നും ഇറങ്ങി തൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോയി. അവൻ വരുവാൻ താമസിച്ചതിനാൽ അവൻ്റെ ശബ്ദമൊന്ന് കേൾക്കണമെന്ന ആഗ്രഹത്തോടെ തിരിച്ച അവൻ്റെ അപ്പനെയും അമ്മയെയും വഴിയിൽ വെച്ച് അവൻ കണ്ടു. പിന്നെ സേത്ത് ഒരു മാലാഖയുടെ രൂപത്തിൽ വന്ന സാത്താനിൽ നിന്നും അവന് സംഭവിച്ചതൊക്കെയും അവരോട് പറഞ്ഞു. ഇതൊക്കെയും കേട്ട ആദാം അവൻ്റെ മുഖത്ത് ചുംബിച്ചുകൊണ്ട്, ദൂതനാണെന്ന് പറഞ്ഞു വന്നവൻ സാത്താനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാത്താനെതിരെ അവന് മുന്നറിയിപ്പ് നൽകി. പിന്നെ ആദം സേത്തിനെ നിധിയുടെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. അതിനുള്ളിൽ അവരെല്ലാം സന്തോഷത്തോടെ ഇരുന്നു. ആദമും ഹവ്വയും അതിനുശേഷം ഏത് സ്ഥലത്തേക്ക് അവൻ പോയാലും അത് വഴിപാടിനോ മറ്റെന്തു കാര്യത്തിനോ ആകട്ടെ അവനെ വിട്ടുപിരിഞ്ഞില്ല. സേത്തിന് 9 വയസ്സുള്ളപ്പോൾ ഈ അടയാളം സംഭവിച്ചു. സേത്ത് ഒരു കുറവുമില്ലാത്ത ഹൃദയത്തോടു കൂടിയവനെന്ന് കണ്ട ആദം അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. ശത്രു മറ്റൊരിക്കൽ കൂടി അവന് പ്രത്യക്ഷപ്പെട്ട് അവനെ കീഴ്പ്പെടുത്താതിരിക്കുവാനായി. അതിനാൽ ആദം തൻ്റെ മകൻ സേത്തിനോട് പറഞ്ഞു, എൻ്റെ മകനെ, നീ ഹാബേലിൻ്റെ സഹോദരി അക്ലിയെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിച്ച് അവൾ നിന്റെ കുട്ടികളെ പ്രസവിച്ച് ഈ ഭൂമിയെ നിറയ്ക്കുവാനായി. എൻ്റെ മകനെ, നീ ഭയപ്പെടേണ്ട, അതിൽ യാതൊരു മാനക്കേടുമില്ല. ശത്രു നിന്നെ കീഴ്പ്പെടുത്തുമോ എന്ന ഭയത്താലാണ് നീ കല്യാണം കഴിച്ചു കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സേത്ത് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചില്ല. എങ്കിലും അപ്പനെയും അമ്മയെയും അനുസരിക്കേണ്ടതിനായി അവൻ ഒരക്ഷരവും മറുത്തു പറഞ്ഞില്ല. അതിനാൽ ആദം അവനെ അക്ലിയയുമായി വിവാഹം കഴിപ്പിച്ചു. അപ്പോൾ അവന് 15 വയസ്സായിരുന്നു പ്രായം. സേത്തിന് 20 വയസ്സായപ്പോൾ അവൻ ഒരു മകനെ ജനിപ്പിച്ചു. ആ കുട്ടിക്ക് അവൻ ഈനോസ് എന്ന് പേരിട്ടു. അതിനുശേഷം ഈനോസിനെ കൂടാതെ മറ്റു മക്കളെയും സേത്ത് ജനിപ്പിച്ചു. ഈനോസ് വളർന്നപ്പോൾ അവൻ വിവാഹം കഴിച്ച് കെനാനെ ജനിപ്പിച്ചു. കെനാനും വളർന്നപ്പോൾ വിവാഹം കഴിച്ച് മഹലാലിനെ ജനിപ്പിച്ചു. ആ പിതാക്കൾ ആദമിന്റെ ജീവിതകാലത്ത് ജനിച്ചവരും നിധിയുടെ ഗുഹയ്ക്കരികിൽ ജീവിച്ചിരുന്നവരുമാണ്. ആദമിന്റെ ജീവിതകാലം 930 വർഷമായിരുന്നു. അപ്പോൾ മഹലേലിന് 100 വയസ്സും. മഹലയേലിൽ മുതിർന്നപ്പോൾ അവന് ഉപവാസം, പ്രാർത്ഥന, കഠിനാധ്വാനം ഇവ ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മുടെ പിതാവ് ആദമിന്റെ കാലം അവസാനിക്കുന്നത് വരെയും. പിതാവായ ആദം തൻ്റെ അന്ത്യം അടുത്തു എന്ന് കണ്ടപ്പോൾ തൻ്റെ മകനായ സേത്തിനെ വിളിച്ചു. നിധി ഗുഹയിൽ തൻ്റെ അടുക്കൽ വന്ന അവനോട് ആദം പറഞ്ഞു, ഓ സേത്ത്, എൻ്റെ മകനെ, നിന്റെ മക്കളെയും മക്കളുടെ മക്കളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവരുടെ മേൽ എൻ്റെ അനുഗ്രഹം ചൊരിയേണ്ടുന്നതിനായി. തൻ്റെ പിതാവായ ആദമിൽ നിന്നും ഈ വാക്കുകൾ കേട്ട സേത്ത് തൻ്റെ മുഖത്തു കൂടി ധാരധാരയായി ഒഴുകുന്ന കണ്ണീരോടുകൂടി തൻ്റെ കുട്ടികളെയും അവരുടെ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി തൻ്റെ പിതാവായ ആദമിൻ്റെ മുൻപാകെ കൊണ്ടുവന്നു. എന്നാൽ പിതാവായ ആദം അവരെയൊക്കെ തൻ്റെ ചുറ്റിലും കണ്ടപ്പോൾ അവരെ പിരിയേണ്ടി വരുമല്ലോ എന്നോർത്ത് കരഞ്ഞു. ആദം കരഞ്ഞപ്പോൾ അവരെല്ലാം കൂടി ഉറക്കെ കരഞ്ഞു. ആദമിൻ്റെ മുഖത്തേക്ക് തല ചായ്ച്ചവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളിൽ നിന്നും അങ്ങ് എങ്ങനെ വേർപെടും? ഭൂമി എങ്ങനെയാണ് അങ്ങയെ സ്വീകരിക്കുകയും ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും അങ്ങയെ മറയ്ക്കുകയും ചെയ്യുക? അങ്ങനെ അവർ സമാനമായ വാക്കുകളാൽ വിലപിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം പിതാവായ ആദം അവരെ എല്ലാം അനുഗ്രഹിച്ചതിന് ശേഷം സേത്തിനോട് പറഞ്ഞു, സേത്ത്, എൻ്റെ മകനെ, ഈ ലോകം മുഴുവനും സങ്കടവും തളർച്ചയുമുള്ളതാണെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ മേൽ വന്നതെല്ലാം
പരീക്ഷണങ്ങളിൽ കൂടി ഞങ്ങൾക്ക് സംഭവിച്ചതിനെക്കുറിച്ച് എല്ലാം നിനക്കറിവുണ്ട്. അതിനാൽ ഞാൻ നിന്നോട് ഈ വാക്കുകളിൽ കൂടി കൽപ്പിക്കുകയാണ്. നിന്റെ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുവാൻ നീ നിർമ്മലനും നീതിമാനുമായും ഇരിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. സാത്താന്റെ പ്രഭാഷണങ്ങളിലേക്കോ അവനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അവന്റെ മായ രൂപങ്ങളിലേക്കോ നീ ചായരുത്. എന്നാൽ ഞാൻ ഇന്ന് നിനക്ക് നൽകുന്ന കൽപ്പനകളെ നീ പ്രമാണിക്കണം. പിന്നെ അത് നിന്റെ മകൻ ഈനോസിന് നൽകണം. ഈനോസ് അത് അവന്റെ മകൻ കേനൻ നൽകട്ടെ. കേനൻ അവന്റെ മകൻ മഹലേലിനും. അങ്ങനെ ഈ കൽപ്പന നിങ്ങളുടെ ഇടയിൽ സുസ്ഥിരമായിരിക്കട്ടെ. ഓ എൻ്റെ മകൻ സേത്ത്, ഞാൻ മരിക്കുന്ന ആ നിമിഷം എൻ്റെ ശരീരം എടുത്ത് മൂറും കറ്റാർ വാഴിയും കാസിയയും കൊണ്ട് പൊതിഞ്ഞെന്നെ ദൈവം ഞങ്ങൾക്ക് നൽകിയ അടയാളങ്ങളുള്ള ഈ നിധിയുടെ ഗുഹയിൽ വെക്കുക. ഓ എൻ്റെ മകനെ, 8 ആത്മാക്കളെ ഒഴികെ എല്ലാ ജീവജാലങ്ങളെയും കീഴടക്കുന്ന ഒരു വെള്ളപ്പൊക്കം വരും. എൻ്റെ മകനെ, ആ സമയം നിന്റെ മക്കളിൽ അവശേഷിക്കുന്നവർ എൻ്റെ ശരീരം ഈ ഗുഹയിൽ നിന്നും പുറത്തു കൊണ്ടുവരേണം. അവർ എന്നെ എടുത്തു കഴിഞ്ഞാൽ അവരിൽ മുതിർന്നവൻ അവൻ്റെ കുട്ടികളോട് എൻ്റെ ശരീരം ഒരു കപ്പലിൽ കിടത്തുവാൻ പറയണം. എല്ലാം ശാന്തമായി കഴിഞ്ഞ് അവൻ കപ്പലിൽ നിന്ന് പുറത്തു വരുന്നത് വരെ. അതിനുശേഷം വെള്ളപ്പൊക്കത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടതിന് ശേഷം താമസിയാതെ അവർ എൻ്റെ ശരീരമെടുത്ത് അത് ഭൂമിയുടെ മധ്യഭാഗത്ത് വയ്ക്കും. എൻ്റെ മൃതദേഹം കിടത്തുന്ന സ്ഥലം ഭൂമിയുടെ മധ്യഭാഗത്താകയാൽ ദൈവം അവിടെ നിന്നും വന്ന് നമ്മുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കും. എൻ്റെ മകൻ സേത്തേ, ഇപ്പോൾ നീ നിന്റെ ജനത്തിൻ്റെ തലവനായിരിക്കുക. അവരെ പരിപാലിക്കുകയും ദൈവഭയത്തിൽ അവരെ കാത്തു സൂക്ഷിക്കുകയും നല്ല വഴിയിൽ കൂടി അവരെ നയിക്കുകയും ചെയ്യുക. ദൈവത്തോട് ഉപവസിക്കുവാനും അവർ സാത്താന്റെ വാക്കുകൾ കേൾക്കരുത്, അതവരെ നശിപ്പിക്കുമെന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. പിന്നെ കയീന്റെ മക്കളുമായുള്ള ബന്ധത്തിൽ നിന്നും നിന്റെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും ബന്ധം വിച്ഛേദിക്കുക. ഒരിക്കലും അവരെ മറ്റവരുമായി ഇടകലരുവാൻ അനുവദിക്കരുത്. അവരുടെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ അവരോട് സമീപിക്കുകയും അരുത്. അതിനുശേഷം ആദം തൻ്റെ അനുഗ്രഹങ്ങൾ സേത്തിലേക്കും അവൻ്റെ മക്കളുടെ മേലും അവരുടെ മക്കളുടെ മക്കളുടെ മേലും ഇറങ്ങുവാൻ അനുവദിച്ചു. അതിനുശേഷം ആദം തൻ്റെ മകൻ സേത്തിലേക്കും ഭാര്യ ഹൗവയിലേക്കും തിരിഞ്ഞിട്ട് പറഞ്ഞു, ദൈവം നമുക്ക് അടയാളമായി നൽകിയ ഈ സ്വർണവും മൂറും ധൂപവർഗങ്ങളും സൂക്ഷിക്കുക. കാരണം വരും കാലം ഒരു വെള്ളപ്പൊക്കം മുഴുവൻ സൃഷ്ടികളെയും കീഴടക്കും. എന്നാൽ പെട്ടകത്തിൽ കയറുന്നവർ അവരോടൊപ്പം പൊന്നും മൂറും ധൂപവർഗങ്ങളും എൻ്റെ ശരീരത്തിനോടൊപ്പം കൊണ്ടുപോകും. അവർ എൻ്റെ ശരീരത്തിനോടൊപ്പം പൊന്നും മൂറും ധൂപവർഗവും ഭൂമിയുടെ മധ്യഭാഗത്ത് വയ്ക്കും. പിന്നീട് വളരെ കാലം കഴിഞ്ഞ് എൻ്റെ ശരീരത്തോടൊപ്പം സ്വർണം, മൂർ, ധൂപവർഗങ്ങൾ ഇവ വെച്ചിരിക്കുന്ന നഗരം കൊള്ളയടിക്കപ്പെടും. എന്നാൽ കൊള്ളയടിക്കുമ്പോൾ കേടുവരുത്തിയവയാൽ തന്നെ പൊന്നും മൂരും ധൂപവർഗങ്ങളും സംരക്ഷിക്കപ്പെടും. ദൈവവചനം മനുഷ്യരൂപം എടുത്തു വരുന്നത് വരെ അവ നശിച്ചു പോകയില്ല. രാജാക്കന്മാർ അതെടുത്ത് അവന് തന്നെ സമർപ്പിക്കും. സ്വർണം രാജാവിൻ്റെ അടയാളമായി, ധൂപവർഗം ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും ദൈവം എന്നതിൻ്റെ അടയാളമായി, മൂർ രക്തസാക്ഷിത്വത്തിൻ്റെ അടയാളമായി. സ്വർണം സാത്താനെയും എല്ലാ ശത്രുക്കളെയും ജയിച്ചതിൻ്റെയും, ധൂപവർഗം മരിച്ചവരിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പും സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതിനൊക്കെ ഉപരിയായി ഉന്നതനാകും അവൻ എന്നതിൻ്റെ അടയാളമായും, മൂർ അവൻ കയ്പ് നീര് കുടിക്കുമെന്നും സാത്താനിൽ നിന്നും നരകത്തിൻ്റെ യാതന അനുഭവിക്കും എന്നതിനും കൂടി അടയാളമാണ്. ഓ സേത്ത്, എൻ്റെ മകനെ, ദൈവം എനിക്ക് വെളിപ്പെടുത്തിയ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ ഞാൻ ഇപ്പോൾ നിനക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. നിനക്കും നിന്റെ ജനത്തിനുമായി എൻ്റെ കൽപ്പനകൾ പാലിക്കുക. ആദം തൻ്റെ കൽപ്പനകൾ സേത്തിന് കൊടുക്കുന്നത് തീർന്നപ്പോൾ
അവൻ്റെ കൈകാലുകൾ അയഞ്ഞു. അവയുടെ ശക്തി മുഴുവനായി പോയി. അവൻ്റെ വായ നിശബ്ദമായി. അവൻ്റെ നാക്ക് മുഴുവനായി സംസാരം നിർത്തി. ആദം തൻ്റെ കണ്ണുകളെ അടച്ച് തൻ്റെ ആത്മാവിനെ വെടിഞ്ഞു. ആദം മരിച്ചു എന്ന് അവൻ്റെ മക്കൾ അറിഞ്ഞപ്പോൾ അവർ അവൻ്റെ മേൽ വീണു. ആണും പെണ്ണും വയസ്സായവരും ചെറുപ്പക്കാരും എല്ലാവരും കരഞ്ഞു. ആദം ഭൂമിയിൽ ജീവിച്ചിരുന്നതിൻ്റെ 930 വർഷത്തിൻ്റെ ഒടുവിലായിരുന്നു ആദമിൻ്റെ മരണം. ബർമുദയിലെ 15-ാം ദിവസം സൂര്യൻ്റെ ഒരു യുഗത്തിൻ്റെ കണക്കെടുപ്പിന് ശേഷം 9-ാം മണിക്കൂറിൽ, അതൊരു വെള്ളിയാഴ്ചയായിരുന്നു, അവൻ വിശ്രമിച്ച അതേ ദിവസം, ആദം മരിച്ച ആ നാഴിക, അവൻ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തു വന്ന അതേ നാഴികയിലായിരുന്നു. അതിനുശേഷം സേത്ത് ആദമിനെ വൃത്തിയാക്കി ശുദ്ധിയുള്ള മരങ്ങളിൽ നിന്നും വിശുദ്ധ പർവ്വതങ്ങളിൽ നിന്നും ധാരാളം സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുവന്ന് ആദമിൻ്റെ ശരീരത്തെ എംബാം ചെയ്തു. ആ മൃതശരീരം ഗുഹയുടെ കിഴക്കുഭാഗത്ത് ധൂപവർഗ്ഗങ്ങൾക്കരികിലായി കിടത്തി. അവൻ്റെ മുന്നിലായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കും വെച്ചു. അതിനുശേഷം അവൻ്റെ മക്കൾ അവൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് നിന്നു, രാത്രി മുഴുവൻ പകൽ പുലരുന്നത് വരെ വിലപിച്ചുകൊണ്ട്. പിന്നെ സേത്തും മൂത്ത മകൻ ഈനോസും അവൻ്റെ മകൻ കനനും നല്ല വഴിപാടുകൾ എടുത്ത് ദൈവത്തിനർപ്പിക്കുവാനായി പുറത്തേക്ക് പോയി. ആദം ദൈവത്തിനർപ്പിച്ചിരുന്ന അതേ യാഗപീഠത്തിൽ അവർ എത്തിച്ചേർന്നു. എന്നാൽ ഹൗവ അവരോട്, കാത്തിരിക്കുക, നാം ആദ്യം ദൈവത്തോട് നമ്മുടെ വഴിപാട് സ്വീകരിക്കുവാനും ദൈവത്തിൻ്റെ ദാസനായ ആദമിൻ്റെ ആത്മാവിനെ സൂക്ഷിക്കുവാനും അവന് സ്വസ്ഥത കൊടുക്കുവാനും അപേക്ഷിക്കുന്നത് വരെ. അപ്പോൾ അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. ബൈബിളിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതിനുള്ള ഉത്തരങ്ങൾ അടങ്ങിയിരിക്കുന്ന ബൈബിളിൽ ഉൾപ്പെടുത്താതെ പോയ പുരാതന ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിയുവാൻ നിങ്ങൾക്ക് ജിജ്ഞാസയുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്നോളൂ ഈ ബുക്കുകളെ അനാവരണം ചെയ്യാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കേണ്ട. അതുപോലെ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? ഇത് ബൈബിളിൽ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയുവാൻ ആഗ്രഹമുണ്ട്.